എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ ശീലുകൾ മുഴങ്ങിക്കേൾക്കുന്ന കർക്കിടക മാസം പിറക്കാറായി. വീടുകളിൽ രാമായണം വായിക്കുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യം നിറയും എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. രാമായണം വായിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലും നമ്മുടെ വീട്ടിലും ഒരു പോസിറ്റീവ് എനർജി നിറയുമെന്നത് സത്യമായ ഒരു കാര്യമാണ്. എന്നാൽ രാമായണ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇത്തരം ചിട്ടകൾ പാലിച്ചാൽ മാത്രമേ രാമായണ പാരായണത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. അവയെക്കുറിച്ചെല്ലാമുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. രാമായണം എപ്പോൾ വേണമെങ്കിലും വായിക്കാം. രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും വായിക്കാം. എന്നിരുന്നാലും സന്ധ്യയ്ക്ക് 7 മണി മുതൽ 10 മണി വരെയുള്ള ദുർഗായാമമാണ് രാമായണ പാരായണത്തിന് ഉത്തമമായി കണക്കാക്കുന്നത്. രാവിലെ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്നും വൈകിട്ട് പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്നും വേണം രാമായണം വായിക്കുവാൻ. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കരുത്. രാമായണം ഏറെ ശുദ്ധിയോടെ സൂക്ഷിക്കണം. പൂജാമുറിയിലോ ശുദ്ധവും വെടുപ്പുമുള്ളിടത്തോ വെക്കണം. രാമായണം വായിക്കുവാനായി എടുക്കുമ്പോൾ അതിൽ കേടുപാടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കീറിയതോ പേജുകൾ പോയതോ ആയ രാമായണം വായിക്കരുത്. അക്ഷരങ്ങൾ മങ്ങി അവ്യക്തമായതും ഉപയോഗിക്കരുത്. രാമായണം വെറും തറയിൽ വെക്കരുത്. പട്ടിന്മേലോ പലകമേലോ വയ്ക്കുക. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ 11 പേരുള്ള, അതായത് ശ്രീരാമസ്വാമി, സീതാദേവി, ഭരതസ്വാമി, ലക്ഷ്മണസ്വാമി, ശത്രുഘ്നസ്വാമി, ഹനുമാൻ സ്വാമി, വസിഷ്ഠ മഹർഷി, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ തൊഴുതിട്ട് വേണം രാമായണം വായിക്കുവാൻ. അക്ഷരത്തെറ്റില്ലാതെ അക്ഷരശുദ്ധിയോടെ കൂടി വേണം രാമായണം വായിക്കുവാൻ. നിലവിളക്കിനേക്കാൾ പൊക്കം കുറഞ്ഞ പലകമേലോ പായയിലോ ഇരുന്നാണ് രാമായണം വായിക്കേണ്ടത്. വെറും നിലത്തിരുന്ന് വായിക്കരുത്. രാമായണം മാത്രമല്ല, നാമം ചൊല്ലുമ്പോഴും നാമപുസ്തകങ്ങൾ വായിക്കുമ്പോഴും വെറും തറയിൽ ഇരിക്കരുത്. നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തറയുമായി നേരിട്ട് സംസർഗം വന്നാൽ ഈ നല്ല എനർജി ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോകും. കാരണം ഭൂമിക്ക് ഊർജം വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട്. മുന്നിൽ അല്പം ഉയർന്ന പീഠത്തിൽ രാമായണം വെച്ചിരിക്കണം. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും കൂടി വേണം രാമായണം കയ്യിലെടുക്കുവാൻ. വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും മനസ്സിലോർത്ത് പൂർവികരുടെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുക. വാൽമീകി എഴുത്തച്ഛൻ എന്നിവരെ സ്മരിക്കുക. ഗണപതി ഭഗവാൻ, സരസ്വതീദേവി, പാർവതീദേവി, മഹാദേവൻ, മഹാവിഷ്ണു, ഹനുമാൻ സ്വാമി എന്നിവരെ പ്രാർത്ഥിച്ച് അറിയുമെങ്കിൽ അവരുടെ ശ്ലോകങ്ങൾ ചൊല്ലുകയും വേണം. പിന്നീട് ശ്രീരാമസ്വാമിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുക. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാമായണ പാരായണം ആരംഭിച്ചാൽ ഒരു മുടക്കവും കൂടാതെ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി ചെയ്യണമെന്ന് മാത്രം. രാമായണം പാരായണം ചെയ്യുമ്പോൾ വീട്ടിൽ ആ സമയത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ചിരിക്കുകയും അതിലൊരാൾ വായിക്കുകയും മറ്റുള്ളവർ ശ്രദ്ധിച്ച് ഭക്തിയോടെ കേട്ടിരിക്കുകയും വേണം. ഗ്രഹത്തിൽ എല്ലാവർക്കും രാമായണം വായിക്കാം. മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം വായിക്കാം എന്നർത്ഥം. ഒരാൾ മാത്രമായി പാരായണം ചെയ്യുകയോ കുടുംബാംഗങ്ങൾ മാറി മാറി തുടർച്ചയായി വായിച്ച് പൂർത്തിയാക്കുകയോ ചെയ്യാവുന്നതാണ്. ബാലകാണ്ഡത്തിലായിരിക്കണം തുടക്കം. പിന്നീട് എല്ലാ ദിവസവും വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ എന്ന ഭാഗം വായിച്ചിട്ട് വേണം തുടങ്ങുവാൻ. ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങളിലായിരിക്കണം ഓരോ ദിവസവും വായന നിർത്തേണ്ടത്. യുദ്ധം, മരണം, വഴക്ക് എന്നീ കാര്യങ്ങൾ വരുന്ന ഭാഗങ്ങളിൽ ഒരിക്കലും വായന നിർത്തരുത്. എന്നാൽ എല്ലാ ദിവസവും വായിക്കുന്നവർ യുദ്ധകാണ്ഡ പാരായണ സമയത്ത് രാമായണ മാഹാത്മ്യം കൂടി വായിച്ച് ഓരോ ദിവസവും വായന നിർത്തേണ്ടതാണ്. രാമായണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം നാം ഓരോരുത്തരും രാമായണത്തെ സമീപിക്കുന്നതും രാമായണ പാരായണം നടത്തുന്നതും. നാം എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: മുജ്ജന്മ കർമ്മദുരിതം. മുജ്ജന്മ കർമ്മദുരിതങ്ങൾ നീങ്ങാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുവാനോ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ കൃത്യമായ രാമായണ പാരായണത്തിലൂടെ
മുജ്ജന്മ പാപങ്ങളെല്ലാം നീങ്ങി ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമായണം അത്രയും മഹത്തരമായ ഒന്നാണ്. ഓരോ ദിവസവും വായന കഴിഞ്ഞാൽ പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം എന്ന ഏകശ്ലോക രാമായണം ചൊല്ലുവാൻ മറക്കരുത്. ഏതെങ്കിലും കാരണത്താൽ, അതായത് പുലവാലായ്മയോ മറ്റ് അശുദ്ധിയോ കാരണം വായന മുടങ്ങിയാൽ അതിനുശേഷം ആ മുടങ്ങിയ ഭാഗങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തി വായന പൂർത്തിയാക്കേണ്ടതാണ്. തുടങ്ങിയാൽ വായന പൂർത്തീകരിക്കണമെന്നുള്ളത് രാമായണ പാരായണത്തിൻ്റെ നിയമങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയത്തിന് മുൻപായി രാമായണ പാരായണം പൂർത്തിയാക്കണം. രാമായണം വായിക്കുന്നത് മാത്രമല്ല, കേൾക്കുന്നതും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്നവർക്ക് കേൾക്കുവാൻ പാകത്തിൽ ഉച്ചത്തിൽ അക്ഷരസ്ഫുടതയോടെ വായിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കിടക മാസം അവസാന ദിവസം രാമായണ പാരായണം പൂർത്തിയാകുമ്പോൾ രാമായണത്തിലെ സീതാരാമാദി സകല ദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഭാഗം മനസ്സിൽ ധ്യാനിച്ച് ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിലെ ഓരോരുത്തരും രാമായണം ഇരു കൈകളുടെയും വിരൽത്തുമ്പ് കൊണ്ട് തൊട്ട് കണ്ണുകളിൽ വെച്ച് തൊഴുതു നമസ്കരിക്കണം. തുടർന്ന് അർഹരായ ആർക്കെങ്കിലും വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. രാമായണ മാസം തുടങ്ങുന്നതിന് മുൻപ് വായിക്കേണ്ട രാമായണം അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങുന്ന ഒരു ശീലവും മുൻപുണ്ടായിരുന്നു. എല്ലാ ദിവസവും പാരായണം ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ വായിച്ചു തീർക്കാവുന്നതാണ്. ഇങ്ങനെ വായിക്കുന്നവർ മുഴുവൻ സമയവും വായിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയം അത്രയും വിളക്ക് കെടാതെ നോക്കേണ്ടതാണ്. രാമായണം വായിക്കുമ്പോൾ ഭക്തിയോടെ അതിൽ മാത്രം ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ശ്രദ്ധയില്ലാതെ വഴിപാട് പോലെ വായിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ഫലവും ലഭിക്കുന്നതല്ല. ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനം. രാമമന്ത്രം എങ്ങും മുഴങ്ങുന്ന പുണ്യകാലമായ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുവാനും രാമായണത്തിൻ്റെ അത്ഭുത ശക്തിയാൽ മുജ്ജന്മ കർമ്മദുരിതങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുവാനും സാക്ഷാൽ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.